ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുരാരി ബാബു അറസ്റ്റിൽ. ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാം പ്രതി മുരാരി ബാബു അറസ്റ്റിൽ. ആര്യ, തീർച്ചയായും സ്വർണ്ണ തട്ടിപ്പ് കേസിലെ ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ രണ്ടാം അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇന്നലെ രാത്രി തൊട്ട് ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കലുള്ള ഓഫീസിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ അല്പസമയത്തിന് മുൻപ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റാണ് ആദ്യമായി നടത്തിയത്. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കൂടി നടപടി വരുന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരിൽ രണ്ടാമത്തെ ആളാണ് ഈ മുരാരി ബാബു എന്ന് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കുറ്റപത്രത്തിൽ അല്ലെങ്കിൽ എഫ്ഐആറിൽ 10ഓളം പ്രതികളാണ് ഉള്ളത്. ഇതിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. നേരത്തെ 2019 നടന്ന ഈ തട്ടിപ്പിൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. നേരത്തെ തന്നെ ഇയാൾ പല തരത്തിലുള്ള വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് 2019 ഈ ദേവസ്വം ബോർഡ് നൽകിയ ഉത്തരവ് തിരുത്തിക്കൊണ്ട്, അതായത് ഈ സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റി അത് ചെമ്പുപാളി എന്ന് തിരുത്തിയത് മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ആ നിലയിലുള്ളൊരു ഇടപെടലാണ് മുരാരി ബാബു നടത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷം ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ നേരത്തെ ഈ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ദേവസ്വം ബോർഡിന് ശുപാർശ ചെയ്തതും ഇതേ മുരാരി ബാബു തന്നെയാണ്. പക്ഷേ മുരാരി ബാബുയുടെ ശുപാർശ അന്ന് ദേവസ്വം ബോർഡ് തള്ളുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതാണ് മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട മുരാരി ബാബുവിൻ്റെ ബന്ധം എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഇയാളുടെ വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. മുരാരി ബാബുവിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിരുന്നു. അവരുമായി സംസാരിക്കാനുള്ള അവസരം നൽകി. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടി പെരുന്നയിൽ വെച്ചാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. വീട്ടുകാരോട് ഉൾപ്പെടെ അറിയിച്ചതിന് ശേഷം കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി 10 മണിക്കാണ്. വീട്ടുകാരെ ഉൾപ്പെടെ അറിയിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു. ഇന്നലെ മുതൽ 10 മണി തൊട്ട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അല്പസമയത്തിന് മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആര്യ, തീർച്ചയായും കമലേഷ്, നോക്കൂ, ശബരിമല തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് പല നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട മുരാരി ബാബുവിന് ബന്ധമുണ്ട് എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുരാരി ബാബുവിലേക്ക് കൂടി അന്വേഷണം നീങ്ങിയത്. എന്തായാലും 2014 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. അന്നും ഇതുപോലെയുള്ള സമാന രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ചെയ്തു. 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി മുരാരി ബാബു ഇടപെട്ടിരുന്നു എന്ന വ്യക്തമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക ഒരു ഘട്ടമാണ് ഇത്. കേസിലെ രണ്ടാമത്തെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുമ്പോൾ കമലേഷ്, തീർച്ചയായും അതിന്റെ ഒരു പടിപടിയായിട്ടുള്ള ഒരു പോക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ആര്യ, തീർച്ചയായും കേസിലെ രണ്ടാമത്തെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. കോടതിയിൽ ഉൾപ്പെടെ ഹാജരാക്കിയതിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടക്കം തൊട്ട് തന്നെ കൃത്യമായി ഇതിൻ്റെ തെളിവുകളും രേഖകളുമെല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. ആ ഘട്ടത്തിൽ തന്നെ മുരാരി ബാബു ഏതൊക്കെ തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 2019 ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നു, സ്വർണ്ണം പൂശുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കൊണ്ടുപോകുന്നു എന്നത് തിരുത്തി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി. അതായത് ഈ സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കിയത് മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു ശബരിമലയിലെ.
ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ രേഖ തിരുത്തി കൃത്രിമ രേഖ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമായിരുന്നു. അതിനുശേഷം അന്നത്തെ ആ നിലയിലുള്ള ഇടപെടലിന് ശേഷം പിന്നീട് 2024 ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡിന് ശുപാർശ ചെയ്തത് മുരാരി ബാബു ആയിരുന്നു. പക്ഷേ ആ ശുപാർശ ദേവസ്വം ബോർഡ് തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ശബരിമലയിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇയാൾ പങ്കാളിയാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ നേരത്തെ ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഇത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു, മറ്റ് പലരും ഇതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, തനിക്ക് ചെറിയ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണ് ഈ നിലയിൽ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംബന്ധിച്ച അന്വേഷണങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുകയാണ്. ആ മൊഴിയുടെയും ഇപ്പോൾ ഇന്നലെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്യുകയായിരുന്നു. ആ ചോദ്യം ചെയ്യലിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് വളരെ നിർണായകമായ മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കാണണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആര്യ, തീർച്ചയായും ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കുക. സ്വാഭാവികമായും കസ്റ്റഡി അപേക്ഷ നൽകി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക. അതിനുശേഷം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നൊരു നടപടികൾ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ആര്യ, തീർച്ചയായും ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇനി വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എപ്പോൾ കോടതിയിൽ ഹാജരാക്കും എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയാൽ മതിയാകും. അതിന് മുന്നോടിയായി വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കും. മറ്റ് പ്രധാനപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിനുണ്ട്. അതിനുള്ള സമയം ഒരുപക്ഷെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കാണില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട്. നിലവിലെ ഈ ചോദ്യം ചെയ്യലിന് പുറമെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഈ നടപടികൾ വരുന്നു. ആ നിലയിലുള്ള ആദ്യത്തെ അറസ്റ്റ് മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വളരെ കൃത്യമായ രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. വളരെ കൃത്യമായി നേരത്തെ തന്നെ ശേഖരിച്ചിട്ടുള്ള തെളിവുകളുടെയും മൊഴികളുടെയും രേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ നിലയിലുള്ള ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘത്തിന് കടക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘം പോവുക. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം കസ്റ്റഡി ആവശ്യപ്പെടും. അതിനു മുൻപ് വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി റാന്നി കോടതിയിലേക്കാണ് പ്രതിയെ കൊണ്ടുപോവുക. റാന്നി കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. ആര്യ, തീർച്ചയായും ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിന് പിന്നാലെയാണ് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ ഈ വേഗത്തിലാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇനി അതിനുശേഷമായിരിക്കും ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥർ, പ്രതികളായ മറ്റു ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണ സംഘം നീങ്ങുക, അല്ലേ? ആര്യ, തീർച്ചയായും ഇനിയും ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. അന്നത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്, ജീവനക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ 2 മുതൽ 10 വരെയുള്ള പ്രതികൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടക്കമുള്ള ആളുകളാണ്. അവരിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ആദ്യത്തെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. കൂടുതൽ ആളുകളെ ഇതിൽ പ്രതിപട്ടികയിൽ ചേർക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. നിലവിലെ പ്രതികളെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. വിവിധയിടങ്ങളിൽ നേരത്തെ തന്നെ അറിയാം, ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉൾപ്പെടെ എത്തിച്ചാണ് ഈ സ്വർണം ഉരുക്കി മാറ്റിയിട്ടുള്ളത്. അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബംഗളൂരുവിലാണ് ഇതിൻ്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അവിടെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇതിൻ്റെ ഭാഗമായുണ്ട്. കൽപേഷ്, അതുപോലെ തന്നെ നാഗേഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ആരാണ്, ഇവരുമായൊക്കെ എന്താണ് ബന്ധം എന്നത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഹൈദരാബാദിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ആ നിലയിലുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെ ഇനി അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏതായാലും കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് ഈ വിശദാംശങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ കൃത്യമായ
മൊഴികൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിനുശേഷമായിരിക്കും വിശദമായ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എത്ര മണിയോടെ ഈ മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും എന്നതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? കാരണം വൈദ്യപരിശോധനയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? ആര്യ, ഈ പ്രാഥമികമായി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന വിവരം മാത്രമാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുക. എപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും, എപ്പോൾ കോടതിയിൽ ഹാജരാക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അവരുടെ മുരാരി ബാബുവിൻ്റെ കുടുംബം ഉൾപ്പെടെ രാവിലെ ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അവർ മുരാരി ബാബുവുമായി സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ഒരുപക്ഷെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചായിരിക്കും വൈദ്യപരിശോധന പൂർത്തിയാക്കുക. അതിനുശേഷമായിരിക്കും റാന്നിയിലെ കോടതിയിൽ എത്തിക്കുക. കോടതിയിൽ എത്തിച്ച ശേഷം, കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഏതായാലും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല. അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആര്യ, ശരി. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ രണ്ടാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാം പ്രതി മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.